യേശുവിൻ്റെ കൂട്ടായ്മയിൽ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവവചനം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ദൈവത്തോടൊപ്പം ഒരു ദിവസം തുടങ്ങുവാൻ അവസരം തന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 31-ാം അധ്യായം 1, 3, 4 തിരുവചനങ്ങൾ. ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ധനികൻ പണം കുന്നുകൂടാൻ അധ്വാനിക്കുന്നു. വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു. ദരിദ്രൻ അധ്വാനിക്കുന്നത് ഉപജീവനത്തിനു വേണ്ടിയാണ്. വിശ്രമിച്ചാൽ അവന് ദാരിദ്ര്യം വർദ്ധിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ധനികനാകാനും ദരിദ്രനാകാനുമുള്ള സാഹചര്യങ്ങളുണ്ട്. ധനികൻ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു എന്നും ദരിദ്രൻ അധ്വാനിക്കുന്നത് എന്തിനാണെന്നും വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ധനികന് കൊടുത്തിരിക്കുന്നത് പണം, അത് വീണ്ടും വീണ്ടും കുന്നുകൂടാൻ വേണ്ടി അവൻ അധ്വാനിക്കുന്നു. എന്നാൽ ദരിദ്രനാകട്ടെ അവൻ്റെ ഒരു ദിവസത്തെ ഉപജീവനത്തിനു വേണ്ടി അധ്വാനിക്കുന്നു. ധനത്തിനു വേണ്ടി നമ്മൾ അതീവമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ആരോഗ്യമായിരിക്കും. ഈ 3 കാര്യങ്ങളാണ് ദൈവവചനം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാം. ഞാൻ ധനികനാണോ? ഞാൻ ദരിദ്രനാണോ? എൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നത് സമ്പത്തിനെ കുറിച്ചുള്ള ആകുലത കൊണ്ടാണ്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തു നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എവിടേക്കെല്ലാം പോകുന്നു, ആ പോകുന്ന വഴികൾക്ക് മുമ്പ് യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യട്ടെ. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.